ഇന്ന് നമുക്ക് വരുന്ന രോഗങ്ങളിൽ, അത് ചെറിയ രോഗങ്ങളായിക്കോട്ടെ, വലിയ രോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള രോഗങ്ങളായിക്കോട്ടെ, ഈ രോഗങ്ങളുടെ ഡയഗ്നോസിസിലും ട്രീറ്റ്മെൻറ്റിലും ഒക്കെ തന്നെ നമ്മുടെ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റം വളരെ കമൻഡബിൾ ആയിട്ടുള്ള അഡ്വാൻസസ് ആണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും മേജറായിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ഇവൻ്റ് എന്ന് പറയാവുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സും തുടങ്ങി അതൊരു CT സ്കാനിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഇമ്മ്യൂണോ തെറാപ്പിയിലായിക്കോട്ടെ, മേ ബി അതൊരു ജീൻ ടെസ്റ്റിങ്ങിലായിക്കോട്ടെ, നാനോ മെഡിസിനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റോബോട്ടിക്സിലായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായിക്കോട്ടെ, അല്ലെങ്കിൽ മേ ബി ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല വെയറബിൾ ആയിട്ടുള്ള ഡിവൈസസ് ആയിക്കോട്ടെ, എന്തിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള mRNA ടെക്നോളജി ഉൾപ്പെടെ തികച്ചും കമൻഡബിൾ ആയിട്ടുള്ള അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന, സല്യൂട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള അഡ്വാൻസസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തുടരട്ടെ, പക്ഷേ അവിടെയൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് ആരോഗ്യം തന്നെയാണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവിടെയൊന്നും ആരോഗ്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. മേ ബി രോഗങ്ങളുടെ നിർണയത്തിലും രോഗങ്ങളുടെ ചികിത്സയിലും അടിയന്തര സാഹചര്യങ്ങൾ മറികടക്കുന്നതിലൊക്കെ തന്നെ വളരെ വലിയ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അവിടെ ആരോഗ്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. ആരോഗ്യം ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൻ്റെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നോക്കിയാൽ ആരോഗ്യം സൃഷ്ടിക്കപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കമ്പോണൻസിൽ കൂടെയാണ്. അത് പലപ്പോഴും വളരെ ലളിതവും വളരെയധികം എളുപ്പവുമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അത്ര ഗാംഭീര്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലാമറോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നോക്കിയാൽ ആരോഗ്യം സൃഷ്ടിക്കുക, അതിൻ്റെ പാർശ്വഫലമായിട്ട് നമ്മളിലുണ്ടാകുന്ന രോഗങ്ങൾ ഇല്ലാതാവുക. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. യു ക്രിയേറ്റ് ഹെൽത്ത് ആൻഡ് ഡിസീസസ് ഗോ എവേ ആസ് എ സൈഡ് ഇഫക്റ്റ്. നമ്മൾ സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട്. പലപ്പോഴും മരുന്നുകൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റാണ്. ആൻഡ് നോബഡി വാണ്ട്സ് സൈഡ് ഇഫക്റ്റ്. പക്ഷേ ഇത് നമുക്ക് വേണ്ടൊരു സൈഡ് ഇഫക്റ്റാണ്. എന്താണ്? ആരോഗ്യം നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും സൃഷ്ടിക്കപ്പെടുമ്പോൾ, ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരം രോഗങ്ങളെ കീഴ്പ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ പതുക്കെ ഇറങ്ങിപ്പോകുന്നു, ഇല്ലാതാകും. ഇതെങ്ങനെയാണ്? ഇതാണ് നമുക്ക് ഇനിയോടെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഹാർമണിയിലും ഫങ്ഷണൽ മെഡിസിനിലും ഞങ്ങളിത് ഫോളോ ചെയ്യുന്നത് ഒരു 5 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിൽ കൂടെയാണ്. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രിൻസിപ്പിൾ നമ്പർ 1, വീഡിങ്, സീഡിങ് ആൻഡ് ഫീഡിങ്. വാക്ക് കേൾക്കുന്നത് പോലെ തന്നെ. എന്താണ് വീഡിങ്? വീഡിങ് എന്ന് പറഞ്ഞാൽ കളപറിക്കുക എന്നുള്ളതാണ്. ഉപയോഗശൂന്യമായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു പറമ്പ് ഒരു 5-10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആവശ്യമില്ലാത്ത എല്ലാ കളകളും വളരും. സോ സ്റ്റെപ്പ് നമ്പർ 1, ആവശ്യമില്ലാത്തതെല്ലാം മാറ്റുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ചിട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഭക്ഷണ രീതി ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഏതർത്ഥത്തിലും ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു 50-100 വർഷം മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്ന് കഴിക്കുന്നത് ഭക്ഷണമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. വി ആർ ഈറ്റിംഗ് ജസ്റ്റ് ഫുഡ് ലൈക്ക് സബ്സ്റ്റൻസസ്. ഭക്ഷണം പോലെ ഇരിക്കുന്ന എന്താണ് നമ്മളിന്ന് കഴിക്കുന്നത്? അപ്പോൾ എടുത്തു മാറ്റേണ്ടത് എന്താണ്? വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന്, യാതൊരു സംശയം വേണ്ട, ഗ്ലൂട്ടൻ, മിൽക്കാണ്, ഷുഗറാണ്, വെജിറ്റബിൾ ഓയിൽസാണ്, അതുപോലെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങളാണ്, ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള, പാക്ഡ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ കളേഴ്സും പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും ഒക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് നമ്മളിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വീഡിങ് ആണ്. അതിനെല്ലാം ഒറ്റയടിക്കോ അല്ലെങ്കിൽ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2 ഈസ് സീഡിങ്, അതായത് വിത്ത് പാകുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മളുടെ ദഹനവ്യൂഹവും നമ്മുടെ ശരീര സംവിധാനങ്ങളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തുടക്കം കൊടുക്കുക എന്നുള്ളതാണ്. അത്തരമൊരു സംവിധാനത്തിനെ ഒരു ന്യൂട്രീഷണൽ സയൻസിൽ പറയുന്നത് പ്രൊവൈഡിങ് പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് എന്നാണ്. ഇതൊരു വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഡൈജസ്റ്റീവ് എൻസൈംസും ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ദഹനവ്യൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3 ഈസ് ഫീഡിങ്. ഇത് വളർന്ന് പന്തലിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ പുട്ട് ഇൻ ഓൾ ദോസ് ഗുഡ് സ്റ്റഫ്. സോ ടേക്ക് ഔട്ട് ദ ബാഡ് സ്റ്റഫ് ആൻഡ് പുട്ട് ഇൻ ദ ഗുഡ് സ്റ്റഫ്. അവിടെ എന്തൊക്കെ വരാം? ഈറ്റ് ഒറിജിനൽ ഫുഡ് അല്ലെങ്കിൽ ജെനുവിൻ ഫുഡ്. ഇവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഹോൾ ഗ്രെയിൻസ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്. അത്തരത്തിൽ വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി പോഷകങ്ങളും നാരുകളും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിലോട്ട് മാറുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1,
വിച്ച് ഈസ് വീഡിങ്, സീഡിങ് ആൻഡ് ഫീഡിങ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളുടെ വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി ബോധവാനാവുക എന്നുള്ളതാണ്. സോ ടേക്ക് കെയർ ഓഫ് അവർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നമുക്ക് എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഉണ്ടാകാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അമിതമായ രീതിയിൽ ഒരുപക്ഷെ അതൊരു ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ഉത്കണ്ഠയായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, ആകാംക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുറ്റബോധമായിരിക്കാം, പകയായിരിക്കാം, അല്ലെങ്കിൽ അമിതമായ സമ്മർദ്ദങ്ങളാവാം. ഇതൊക്കെ തന്നെ നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ വളരെയധികം കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. സോ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അതുപോലെ നമ്മളുടെ ഫീലിങ്സ്, ഇത് പലപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിത വീക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കാഴ്ചപ്പാടുകൾ, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈൻഡ് ബോഡി മെഡിസിൻ. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും അതിന് നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡിയായിട്ട് മാത്രമല്ല കണക്ഷൻ ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ്ലി കണക്റ്റഡ് ടു അവർ മൈൻഡ് ആൻഡ് അവർ ഇമോഷൻസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ്, യൂസ് മൂവ്മെൻറ്റ്സ് ആൻഡ് മസിൽസ്. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു വൈറ്റമിൻ എം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ശരീരത്തിലെ ചലനങ്ങൾ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ഇന്നത്തെ ജീവിതം ബൈ ഡിഫോൾട്ട്, നമ്മുടെ ഇന്നത്തെ ഒരു ആധുനിക നാഗരിക ജീവിതം ബൈ ഡിഫോൾട്ട് നമ്മളുടെ മൂവ്മെൻറ്റ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ ഇരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സ്റ്റേഷനറി ആയിട്ടൊരു കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ്. നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. സോ വി നീഡ് ടു മൂവ്. നമുക്ക് ചലിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മളുടെ ഒരു കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്തിനാവാം, ഇമ്മ്യൂൺ ഹെൽത്തിനാവാം, മെറ്റബോളിക് ഹെൽത്തിനാവാം, അല്ലെങ്കിൽ ഗട്ട് ഫങ്ഷൻസിനാവാം. എന്തിന് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോലും മൂവ്മെൻറ്റ്സ് സ്വാധീനിക്കുന്നുണ്ടാവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് മസിൽസും മൂവ്മെൻറ്റുകളാണ്. നാലാമത്തത് സ്ലീപ്പാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ഓഫ് ഹെൽത്ത് സ്ലീപ്പാണ്. ആൻഡ് സ്ലീപ്പ് ഈസ് എ വെരി പവർഫുൾ മെഡിസിൻ. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയറമെൻറ്റാണ്. നമുക്ക് ആരോഗ്യം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അനുകൂലമായിട്ടുള്ളൊരു ചുറ്റുപാട് നമുക്കുണ്ടാവണം. അതൊരുപക്ഷെ നമ്മുടെ വീട്ടിലാവാം, നമ്മുടെ സൗഹൃദങ്ങളിലാവാം, നമ്മുടെ ഓഫീസിലാവാം. ബട്ട് എൻവയറമെൻറ്റ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. ഒരു റെസിസ്റ്റ് ചെയ്യുന്നൊരു എൻവയറമെൻറ്റിൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പമല്ല. അപ്പോൾ ഇത് 5 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസാണ്. ഒന്ന്, വീഡിങ്, സീഡിങ് ആൻഡ് ഫീഡിങ്. പ്രധാനമായിട്ടും ഒന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലാണ്. രണ്ടാമത്തത് നമ്മുടെ തോട്ട്സും ഇമോഷൻസും ഫീലിങ്സുമാണ്. മൂന്നാമത്തത് മസിൽസ് ആൻഡ് മോഷനാണ് അല്ലെങ്കിൽ മൂവ്മെൻ്റാണ്. നാലാമത്തത് സ്ലീപ്പാണ്. അഞ്ചാമത്തത് എൻവയറമെൻറ്റാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ ഈ 5 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എൻഡോഴ്സ്മെൻ്റാണ്, പ്രൂഫാണ് കൃഷ്ണമയിയുടെ സ്റ്റോറി. കൃഷ്ണമയി ഹൈദരാബാദിൽ നിന്നാണ്. ഷീ ഗോട്ട് കണക്റ്റഡ് ടു അസ് ത്രൂ ഇൻസ്റ്റാഗ്രാം. കൃഷ്ണമയിയുടെ ജീവിതത്തിൽ വളരെ ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൽ അത് ഓവർകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഗൗരവമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരുന്നത് ആരോഗ്യത്തെ സംബന്ധിച്ച്, ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ട് ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ പോലും മിസ്സിംഗ് ആയിരുന്നു. കൃഷ്ണമയുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ച ഈ 5 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശാരീരികവും മാനസികവും എന്തിന് ആത്മീയമായ ആരോഗ്യ കാര്യങ്ങളെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കാം. I'm Krishnamai. I'm from Secunderabad and I'm 29 years old. So a couple of years back, back in 2021, I was diagnosed with stage 2B Hodgkin's lymphoma. It's a blood-related cancer. So since that time, since I was just 27 at that time, I was very sad that I got such a disease at such an early stage, wherein I was a very physically and everything, I was very active at that time. So since then, I was actually looking for someone who will be able to guide. I knew a term called holistic medicine or holistic health approach, but I never knew there is a term called functional medicine. So yeah, my treatment started for 6 months. I took my treatment, but unfortunately within 3 months of finishing my initial treatment, I had a relapse in my cancer. So 2022, I had a relapse. So that time, luckily to our generation, like I'm very thankful to our generation to have access for online and a consultation just a click away.
and I found Gauri's profile on Instagram, and I was just going through, and I went to Harmony Wellness page, and I was like, oh, this is what I was looking for. So that time I was hospitalized. I was undergoing my bone marrow transplant, and I was very sure that once I finish my treatment, I'm going to take a consultation. But even before I finished my treatment, I had some other side effects that started developing, that I had an extreme amount of pain in my ankles. So it got very difficult for me to walk. Even normal walking was also got very difficult. And I was also like, there were many things that going on in my personal life also. So I was not able to handle myself. That's why when I decided that I just want to go and take a consultation, and I badly wanted to get back to normalcy, because this pain, I did not want to continue with the pain. So I immediately went into consultation, and it was very surprising to me. First day of consultation, doctor has said that you have to stop gluten, you have to stop milk-based products. And I did whatever he said. From day one, I did not miss even one single thing, whatever he said. And I followed. Within 2 weeks, I was walking without any pain. And after a month, I saw a significant difference in the way I was handling my emotions. So that's when I told one of the meeting, I told Gauri that I don't know how, but emotionally I became very stable now. So this entire treatment and everything took a toll a lot on me emotionally, especially, and I became very unstable. I had mood swings, and I used to get irritability I had. But within no time, within like 1 month or 2 months, I became completely like back on track, and even more better than what I was 2 years before. Every single place I was, it felt literally felt like I was rediscovering myself. It's been 6 months of following everything, each and every medicine's diet and everything, and now I see it does not feel I do not feel like I have been a patient since last 2 years. I do not feel at all. I feel very active. I started going to my office regularly, and even now, when in my office, everybody knew that I was on a sick leave for 2 years, and people just come to see me now. That, oh, are you seriously? You are a patient. You don't look like that. Yes, I don't, because none of my physical in way of my conduct, nowhere it is reflecting. That is all because of the diet and the supplementation and each and everything which were told that it would be better for me if I changed it. I did that, and very, very happy that I found Gauri's profile, and I literally landed up to Harmony Wellness. And within no time, I literally, a year back, if somebody would have told me that 1 year later you may look like this or you will look like this, I just wouldn't have believed them, because at that time I was in a very, very bad state, and I was I still remember a year back while sleeping, I used to think that will I ever get better like how I was earlier. But now I'm like, literally I feel I'm very, when anybody asks me that how are you feeling now, I just say that I'm very blessed, because I met people in this journey who helped me to become what I am today. ഹാർമണിയിൽ ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള ഹെൽത്ത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ അപ്രോച്ചസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സയോടൊപ്പം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ ഓൾട്ടർനേറ്റീവായിട്ടോ അല്ല ഇതിനെ കാണേണ്ടത്. അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് ഇഫ് യു ക്യാൻ വർക്ക് ടു ക്രിയേറ്റ് ഹെൽത്ത്, എൻ്റെയും നിങ്ങളുടെയും നിത്യജീവിതത്തിൽ ആരോഗ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം റിസൾട്ട്സ് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിന് ഇന്ന് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വളരെ പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന നമ്മളെല്ലാവർക്കും റെഗുലർ ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന പ്രിൻസിപ്പിൾസായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും.